പേഴ്സ് എടുക്കാൻ മറന്നുപോയി. എനിക്ക് 1000 റുപ്പീസ് വേണമല്ലോ. അത് നീ എന്റെ വീട്ടിൽ പോയി എടുത്താൽ മതി. കോണ്ടസയുടെ കീ എടുക്കാൻ ഞാൻ മറന്നു. കോണ്ടസയുടെ കീ എടുക്കാൻ ഞാൻ മറന്നുപോയി. എന്താടാ മരപ്പെട്ടി നോക്കി നിക്കണേ? 1000 രൂപ എടുത്ത് ഇയാളുടെ അണ്ണാക്കിലേക്ക് തിരികെ. അല്ല, ഇതിപ്പോ ഏത് കണക്കിൽ എഴുതും? എന്റെ അമ്മൂമ്മയുടെ 16 അടിയന്തരം നടത്തി എന്നുള്ള കണക്കിലങ്ങടെ എഴുതിയാ മതി. എനിക്ക് വയ്യ, ഞാൻ മരിക്കാൻ പോവാ. അല്ല, ഈ കോണ്ടസ എന്ന് പറഞ്ഞ കാറല്ല. കാറല്ലടാ. സൈലൻസ് പ്ലീസ്. അങ്ങനെ ഒരു കാറും ഉണ്ട്. ഒരു 500 റുപ്പീസ് കൂടി. അപ്പൊ 1500 കണക്ക്. അതെ, ഈ കോണ്ടസ് കാർ എന്തിനാ? നിന്റെ അമ്മൂമ്മയുടെ 2 അങ്ങോട്ടിന് പോവാൻ. എന്റെ കാലിന്റെ അടിയിൽ തീയ. അതിനിത് ടൈൽസ് അല്ലേ? എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഈ ഭർത്താവില്ലാത്ത പെണ്ണുങ്ങളുടെ തുണി ഇവരെങ്ങനെ മാറ്റുക? അല്ല, അങ്ങനെ പാടില്ല എന്നാണ് പ്രമാണം. എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ താൻ തന്റെ വായ തോന്നിയ അഭിപ്രായം പറയാ. ഇയാൾ ചാടി കളിക്കുന്നുണ്ടാ തോന്നുന്നു. ഇയാളുടെ വായിലെ തുണിയാണ് അയാൾ മാറ്റുന്നത്, അയാളുടെ വായിലെ തുണി അയാൾ മാറ്റുന്നത്. നിങ്ങൾക്ക് എന്താണ്? ഉടുപ്പിന്റെ അറ്റത്ത് പിടിച്ച് താഴേക്ക് വലിച്ചാൽ മതി, ഊരി പോന്നോളും. ബോഡി ഞാൻ ഉയർത്തി തരാം. എന്റെ പാവാട താടോ, എന്റെ പാവാട എങ്കിൽ താടോ, എന്റെ പാവാട തരാൻ. ഇറങ്ങി പോടോ വെളിയില്. എന്താടാ നിന്ന് വിളിക്കണത്? ഇവിടെ ആരെങ്കിലും തുണി അഴിച്ചിട്ട് തുള്ളുണ്ടോ? ആ കൊച്ചിന്റെ അവിടെ എന്തോന്നൊരു പാട്. ഇവിടെ കൊച്ചിലെ സൈക്കിളിൽ നിന്നല്ല വീണ വൃത്തികെട്ട കറുത്ത പാലുണ്ട് അവിടെ. എല്ലാത്തിനും ഒരു അതിരുണ്ട് കേട്ടാ. ഗതി കേട്ടാ നിന്നെയും കൊല്ലും, ഞാനും ചാവും. ഇങ്ങനെ ഭർത്താക്കന്മാരുണ്ടോ? കണ്ണു അടച്ചോണ്ടാണോ ഭാര്യയുടെ ഉടുപ്പ് മാറ്റുന്നത്? ഇയാളെയൊക്കെ സഹായത്തിന് വിളിച്ച് എന്നെ വേണം പറയാൻ. വൃത്തികെട്ടോ. ഇപ്പൊ മനസ്സിലായോ പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന്? അതിന് നീ നായരല്ലേ? അതേടോ, നല്ല അന്തസ്സുള്ള ഇല്ലത്തെ നായരാ, അല്ലേ കാണായിരുന്നു. അപ്പൊ അത്ര വിഷമുള്ള ജാതി അല്ല. എന്റെ മോളുണ്ടല്ലോ ആ ഏണി, അവൾ ആരാടോ? അവൾ ആരാ വരട്ടുന്ന? സഹിക്കുന്നതിന് ഒരു അതിലുണ്ട്. അവളുടെ നാക്ക് വിജയം ദൂരക്കളെ കേട്ടോ. അവൾ ആരാടോ? സീനിയോ? അവളുടെ അമ്മയുടെ നായര്. കോണ്ടസ് കേട്ടോ, കോണ്ടസ് ഓർമ്മയുണ്ടല്ലോ. കോണ്ടസ് നോക്കിക്കോ. അല്ല, ഇയാളെന്തിനാ ഇടയ്ക്കിടയ്ക്ക് കോണ്ടസ എന്ന് പറയുന്നു? നമ്മൾ ഈ നാരായണ നാരായണ എന്ന് പറഞ്ഞ നാമം ചെല്ലാറില്ലേ? അതിന് പകരം ഇവൻ കോണ്ടസ എന്ന് പറയുന്നു. അപ്പൊ കോണ്ടസ എന്ന് പറഞ്ഞ ദൈവമാണല്ലേ? അല്ലേ, ചോദിച്ചോട്ടെ, ഈ പുരാണത്തിൽ ഈ കഥാപാത്രം ആരുടെ മകനായിട്ട് വരും? പുരാണത്തിൽ ഈ കഥാപാത്രം പൂതനയുടെ അമ്മായിയമ്മയായിട്ട് വരും. പൂച്ചക്ക് എന്തോടോ പൊന്നുരുക്കുന്നിടത്ത് കാര്യം? അതിന് ഇവിടെ എവിടെയാ പൂച്ച? പൂച്ചനെ നിനക്ക് കാണണ? വെറുതെ അല്ല നിന്റെ കണക്കൊക്കെ തെറ്റണേ. എന്റെ കണക്കൂട്ടിൽ ഇതുവരെ തെറ്റിയിട്ടില്ല. അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ? എന്റെ നഖം തൊട്ട് മുടി വരെ തീ പിടിച്ചിരിക്കുക. ഒറ്റയ്ക്ക് ഞാൻ കത്തില്ലാട്ടോ. നിന്റെ ഒരു കണക്ക് കൂട്ടല്. ഓടിക്കോ മോനെ ഓടിക്കോ, അവളെല്ലാം തത്ത പറയണ പോലെ പറയണു. മോളെ കണ്ടില്ലേ? എനിക്കറിയാം, എക്സൈറ്റ്മെന്റ് കൊണ്ട് അവളെ കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്റെയും പ്രശ്നം അത് തന്നെയാ. വന്നാട്ടെ. എന്റെ ഈശ്വര, കുളിച്ചോണ്ട് നിൽക്കുമ്പോഴാ ഞാൻ വിവരം അറിഞ്ഞത്. കുളി തുടരണോ നിർത്തണോ എന്താ വേണ്ടെന്ന് അറിയാൻ വയ്യാത്ത ഒരവസ്ഥ. ശബ്ദത്തിന്റെ ഉച്ചസ്ഥായി മൗനം എന്ന് പറഞ്ഞതുപോലെ സന്തോഷത്തിന്റെ പാരമ്യത്തിൽ കണ്ണീര് വരും. ചിലപ്പോ ഹൃദയസ്തംഭനം വരെ ഉണ്ടാവാം. എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. അല്ല, നമ്മുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു.
എന്തോരം നേർച്ചകളാണ് നടന്നത്. അച്ഛാ മതി, അച്ഛനത് മതി. കുറുപ്പേ, എന്തോ ഇന്ന് തന്നെ ചന്ദ്രയുടെ ആൽഫയുടെ പേരിൽ എല്ലാ ക്ഷേത്രങ്ങളും വഴിപാട് നടത്തണം. ഓ ഇപ്പൊ കാലുകൾക്ക് മാത്രമേ തളർച്ചയുള്ളൂ. അതർവൈസ് ഷീസ് ഫൈൻ. ദേ ഇത് നോക്കിയേ, ആരാന്ന്? ആരാ? ആൽഫി. ഇനി നമുക്കെല്ലാവർക്കും പുറത്തേക്കൊന്ന് ഇറങ്ങിക്കൊടുക്കാം. ഒരു 5 മിനിറ്റ് ആൽഫിക്കും ചന്ദ്രയ്ക്കും മാത്രമായിട്ട്. ഓഫ് കോഴ്സ്. പാടോ. എന്തിനാ എന്നെ രക്ഷിച്ച്? എങ്ങനെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. കട്ടിട്ട് കടന്നു കളയാൻ വേണ്ടിയൊന്നുമല്ല, അച്ഛനെ രക്ഷിക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ചെയ്തു പോയതാണ്. എനിക്ക് എല്ലാറ്റിനും എനിക്ക് മാപ്പ് തരണം. ആരോടും ഒന്നും പറയണ്ട. അപ്പു പോയി ആ പണം അയക്കൂ. മറക്കില്ല ഞാൻ. മരണം വരെ ഞാൻ മറക്കില്ല. ഞാനൊരു സത്യം പറയാൻ പോവാണ്. നീ എവിടെ ആയിരുന്നല്ലോ കുറച്ച് ദിവസം? അതൊക്കെ പിന്നെ പറയാം. ഞാനൊരു സത്യം പറയട്ടെ, ഞെട്ടരുത്. ആരോ നല്ലവണ്ണം പെരുമാറിയ പോലെ ഉണ്ടല്ലോ. ഞാനൊരു സത്യം പറയട്ടെ, ഞെട്ടരുത്. അയ്യോ, നിന്നെ ഈ നിലയിലാക്കിയതായിരുന്നു. അമ്മേ, ഞാനൊരു സത്യം പറയട്ടെ അമ്മേ. അയ്യോ, ഇതെന്ത് പറ്റി? ആരോട് പറയാതെ എങ്ങോട്ടാ പോയത്? എല്ലാരും കൂടി ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്നു. ഞാനങ്ങനെ സത്യം എല്ലാരും ഒന്നും മിണ്ടായിരിക്കേ. അവൻ പറയട്ടെ. പറ. ഞെട്ടരുത്. ഞെട്ടില്ല. പക്ഷെ ഞെട്ടും. ഞെട്ടില്ല എന്ന് പറഞ്ഞില്ലേ? ആ ഞെട്ടി ഞെട്ടി. ഇവിടെ ആൽഫി എന്ന് പറഞ്ഞു നടക്കുന്നവൻ ആൽഫി അല്ല, അപ്പക്കുട്ടനാണ്. കുറ്റിപ്പുറത്ത് ഗോവിന്ദൻ നായരുടെ മകൻ ചേരിൽ അപ്പക്കുട്ടൻ നായർ. തെളിവ് തരാം. അപ്പക്കുട്ടന്റെ പെങ്ങൾ സൗദാമിനി, അളിയൻ രവീന്ദ്രൻ നായർ. ഞെട്ടി, എല്ലാവരും ഞെട്ടി. ഞാൻ പറഞ്ഞില്ലേ ഞെട്ടരുത്. ഇതാണോ ഇത്ര വലിയ സത്യം? എന്നാൽ ഞാനൊരു സത്യം പറയാം. അപ്പുക്കുട്ടൻ തന്നെയാണ് ആൽഫി. എന്താ മോളെ നീ പറയുന്നത്? അത് അപ്പുവാണ്. അപ്പുക്കുട്ടൻ എല്ലാരും കൂടെ പാവത്തിന് പിടിച്ച് ആൽഫി ആക്കിയതാ. ഇരവി, എന്താണ് കേൾക്കുന്നത്? ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല, സംഭവിച്ചു പോയതാ ഓരോരോ ചുറ്റുപാടില്. നടന്നതൊക്കെ ശരിയോ തെറ്റോ എന്ന് നോക്കിയിട്ട് ഇനി കാര്യമില്ല. ഹരിച്ചു നോക്കിയാലും ഗുണിച്ചു നോക്കിയാലും ലാഭല്ലേ ഉള്ളൂ. എനിക്കിപ്പോഴും ഒന്നും മനസ്സിലാവണില്ല. അപ്പൊ ആൽഫി എവിടെ? പറയാൻ എനിക്ക് വിഷമമുണ്ട്. പറയാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം പറയാ. ലേഖ പറഞ്ഞില്ലേ, നീണ്ട മുടിയുള്ള, നീല കണ്ണുള്ള, എപ്പോഴും ഒരു കള്ളച്ചിരിയോടെ ധാരാളം തമാശകൾ പറഞ്ഞെന്നെ പൊട്ടിച്ചിരിപ്പിച്ച ചുറുചുറുക്കുള്ള ആൽഫി. മനസ്സ് മുഴുവൻ കൊടുത്ത് ഞാൻ സ്നേഹിച്ച ആൽഫി. വിവാഹത്തിന് തലേന്നാണ് ഞാൻ അറിഞ്ഞത്
അയാൾക്കൊരു ഭാര്യയും കുട്ടിയും ഉണ്ടെന്ന് ചോദിച്ചപ്പോ ഒരു കള്ളച്ചിരിയോടെ അയാൾ എന്നോട് പറഞ്ഞു, ജീവിതം ഒരു വലിയ തമാശയായിട്ടേ അയാൾ കണ്ടിട്ടുള്ളൂ എന്ന്. ആൽഫയുടെ തമാശകളിൽ ഒന്നായിരുന്നു. ഞാനും വെറുത്തുപോയി. ഞാൻ എന്നെ തന്നെ വെറുത്തുപോയി. നിങ്ങളോടൊക്കെ എന്തു പറയണം, നിങ്ങളെയൊക്കെ എങ്ങനെ നേരിടണം എന്നാലോചിച്ച് തളർന്നപ്പോൾ ആത്മഹത്യ എന്നൊരു വഴി മാത്രമാണ് ഞാൻ മുന്നിൽ കണ്ടത്. അത് അപകടമായിരുന്നില്ല, സ്വയം നശിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. ക്ഷമിക്കണം എന്ന് പറയാൻ മാത്രമേ എനിക്കാവൂ. എഴുന്നേക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അച്ഛന്റെ കാല് കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിക്കാമായിരുന്നു.